യു എയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ട അല്ലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് മൊഹ്രി കോൺട്രാക്ട് അഥവാ ലേബർ കോൺട്രാക്ട് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പം അതാണ് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് എന്ന രീതിയിലാണ് നമ്മൾ കരുതുന്നത്. ഈ ജോബ് ഓഫർ എന്നുള്ളത് ഒരു ടെമ്പററി എഗ്രിമെൻ്റ് ആണ് എംപ്ലോയറും എംപ്ലോയിയുമായിട്ടുള്ളത്. അതിന് ഒരു ലീഗൽ വാലിഡിറ്റി ഒരു പർട്ടിക്കുലർ ടൈം വരെയുള്ളൂ. അതായത് നമ്മൾ ലേബർ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലേബർ കോൺട്രാക്റ്റിന് മാത്രമേ ലീഗൽ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഈ ലേബർ കോൺട്രാക്റ്റിലാണ് നമ്മുടെ ജോലി സമയം, നമ്മുടെ സാലറി, നമ്മുടെ ലീവ്സ്, നമ്മുടെ വീക്ക്ലി ഓഫ് എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കമ്പനിയോടുള്ള റെസ്പോൺസിബിലിറ്റിയും അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ നമുക്ക് പറ്റുന്നൊരു അബദ്ധം, നമ്മുടെ മൊഹ്രി കോൺട്രാക്റ്റിൽ നോട്ടീസ് പീരീഡ് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ആയിരിക്കും, അല്ലെങ്കിൽ 3 മാസമൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ജോബ് ഓഫറിൽ 1 മാസമായിരിക്കും. ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് ലേബർ കോർട്ട് അല്ലെ ഗവൺമെൻറ് നോക്കുന്നത് ഈ മൊഹ്രി കോൺട്രാക്റ്റിലെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും. അവരൊരിക്കലും നമ്മളുടെ ജോബ് ഓഫറിൽ എന്തെഴുതിയാലും അതിനൊരു ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ലേബർ കോൺട്രാക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എസ്പെഷ്യലി നമ്മളൊരു വിസ റിന്യൂവലൊക്കെ കഴിയുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ലേബർ കോൺട്രാക്ട് എടുത്ത് നമ്മുടെ ബേസിക് സാലറി എത്ര നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ അലവൻസ് എത്രയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കണം, അതുപോലെ നമ്മുടെ വീക്ക്ലി ഓഫ് എത്ര ദിവസമാണ്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എത്ര ദിവസമാണ്, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ലീഗൽ ഒബ്ലിഗേഷൻ കമ്പനിയോടുണ്ടോ എന്ന് നോക്കണം. ചില സമയത്ത് ട്രെയിനിങ്ങിൻ്റെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ റീഇംബേഴ്സ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ഒക്കെ വെക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ കോൺട്രാക്റ്റിലുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ചില കേസിൽ നോട്ടീസ് പീരീഡ് 1 മാസമാണോ അല്ലെങ്കിൽ 2 മാസമാണോ അത് 3 മാസമാണോ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതും നമ്മൾ കറക്റ്റായിട്ട് പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം, അവർ ജോബ് ഓഫർ മാത്രം റിലേ ചെയ്തിട്ട് അവർ ലേബർ കോൺട്രാക്റ്റിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. കാര്യം കമ്പനി തന്ന ജോബ് ഓഫർ ആണല്ലോ എന്ന് വിചാരിച്ച് അതാണ് നമ്മൾ ലീഗലായ ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ചില കോൺട്രാക്റ്റിൽ കോമ്പറ്റീറ്റർ കമ്പനിയിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം റിസൈൻ ചെയ്തോ ടെർമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടോ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു പോയിന്റ് ഉണ്ടാവും. അത് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഈ മൊഹ്രി കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ഈ കമ്പനിയിൽ എത്ര വർഷം വർക്ക് ചെയ്താലും ആ ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ ബേസിലായിരിക്കും നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സും, അതുപോലെ നമ്മുടെ ലേബർ കോൺട്രാക്റ്റിലെ സാലറി ആയിരിക്കും നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റിലും അതേ ലീവ് സാലറിയിലൊക്കെ വരുന്നത്. മൊഹ്രി കോൺട്രാക്ട് കാണാനും ഡൗൺലോഡ് ചെയ്യാനും പല ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു ഓപ്ഷനാണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുക, MOHREയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. MOHRE എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ UiPass വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊഹ്രി കോൺട്രാക്റ്റും അതുപോലെ സാലറി ഡീറ്റെയിൽസും ലേബർ കാർഡും ലേബർ കോൺട്രാക്റ്റൊക്കെ കാണാൻ സാധിക്കും. മിക്ക ആൾക്കാർക്കും ഈ UiPass ഒക്കെ നമ്മുടെ ബ്ലൂ കോളർ വർക്കേഴ്സിനൊന്നും ഉണ്ടാവില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മൊഹ്രിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സർവീസിൽ പോയിട്ട് നമുക്ക് ഈ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ഗൂഗിളിൽ പോയിട്ട് MOHRE UAE എന്നോ അല്ലെങ്കിൽ MOHRE എന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം റിസൾട്ട് വരും. ആ റിസൾട്ട്സിനുള്ളിൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് മൊഹ്രി എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചേറെ സർവീസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വ്യൂ അപ്രൂവ്ഡ് ജോബ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് സർവീസ് സെലക്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു പേജിലോട്ട് ഡൈവേർട്ട് ആയി പോകും. അവിടെ ചെന്ന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ നമ്പർ അറിയാമെങ്കിൽ ട്രാൻസാക്ഷൻ നമ്പർ വെച്ച് നമുക്ക് ഇത് ജോബ് കോൺട്രാക്ട് അല്ലെ മൊഹ്രി കോൺട്രാക്ട് കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ EIDA വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എമിറേറ്റ്സ് ID വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം എമിറേറ്റ്സ് ID വെച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എമിറേറ്റ്സ് ID നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് OTP റിക്വസ്റ്റ് ചെയ്യുക. ഈ OTP നിങ്ങളുടെ എമിറേറ്റ്സ് ID വെച്ചിട്ട് ഏത് മൊബൈലിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് ഈ OTP പോകുന്നതാണ്. എന്നിട്ട് ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊഹ്രി കോൺട്രാക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആകെ വേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പറും എമിറേറ്റ്സ് ID നമ്പറും ലിങ്ക് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇൻ കേസ് അത് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും നമുക്ക് ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം വിചാരിക്കും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലോ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലോ, എനിക്ക് ഇതുവരെ വന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരു ലേബർ ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ കമ്പനിയായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നമുക്ക് വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ നിങ്ങളുടെ മൊഹ്രി കോൺട്രാക്ട് എടുത്തിട്ട് ക്ലിയർ ആയിട്ട് അവിടെ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ അവകാശങ്ങൾ എന്താണ്, അതുപോലെ നിങ്ങളുടെ കമ്പനിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക. നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അറിയത്തില്ലാത്തവർക്കും ഒരു ഉപകാരമാകട്ടെ.